ബീഫ് പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഒരു കുക്കറിലോട്ട് 3/4 കിലോ ബീഫ് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 3/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കളറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തതാണ്. അതിനുശേഷം 4 പച്ചമുളക് നെടുകെ കീറിയതും 1 പിടി പുതിനയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ തൈരാണ്. അതിട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് ബീഫിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും എരിവും പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇളക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവ് പോലെ തോന്നി. അതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 2 പച്ചമുളക് ഇട്ടാലും മതി. ഞാനെടുത്ത പച്ചമുളക് അധികം എരിവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇട്ടത്. ഇനി ഒരു 5 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് നേരം തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ബീഫ് പീസുകളെല്ലാം ഈ ഗ്രേവിയിൽ നിന്നെടുത്ത് മാറ്റണം. കാരണം ഈ ഗ്രേവിയിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. 3 ഗ്ലാസ് ബസ്മതി റൈസിൻ്റെ അളവാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ബീഫെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഈ ഗ്രേവി അരി എടുക്കുന്ന അതേ കപ്പിൽ തന്നെ അളന്ന് മാറ്റിയെടുക്കാം. ഇനി അരി വേവിക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യാം. നെയ്യ് 1-2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. സ്പൈസസ് ആഡ് ചെയ്യാം. 2 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, 4 ഏലക്കായ, 3 ചെറിയ കറുവപ്പട്ടയുടെ പീസ്, 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം 2 പച്ചമുളക് നെടുവെ കീറി തന്നെ ഇട്ട് കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഗ്രേവി, അത് 2 കപ്പോളം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് 6 ഗ്ലാസ് വെള്ളമാണ് വേവിക്കാനായിട്ട് എടുക്കുന്നത്. ചിലപ്പോൾ ചില അരി അനുസരിച്ച് 1.5 ഗ്ലാസ് മതിയാവും. അത് നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് എടുത്താൽ മതി. ഞാനിവിടെ 6 ഗ്ലാസ് എടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് ഗ്രേവിയും 4 ഗ്ലാസ് പച്ചവെള്ളവും ഒഴിച്ചെടുത്ത് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ബീഫ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം കഴുകി മാറ്റി വെച്ചിട്ടുള്ള 3 ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായി ഒന്നുകൂടെ ഇളക്കി മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ബിരിയാണി ഉണ്ടാക്കി മടുത്തെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് പിന്നീട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.